നാളെ തിരുവോണമല്ലേ, അപ്പോൾ കുറച്ച് തുണികളും കൂടെ ബാക്കി അലക്കി ഇടാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ അങ്ങോട്ട് ചെയ്തു വെച്ചു. കൊച്ചിൻ്റെ 2-3 തുണികളെ ഉണ്ടായിരുന്നുള്ളേ. അപ്പോൾ അതെല്ലാം ചെയ്ത് തീർത്തു. സോപ്പ് കലക്കി വെച്ചേക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ വല്ല കുപ്പിയോ കല്ലോ എന്തെങ്കിലുമൊക്കെ പെറുക്കിയിടും കേട്ടോ കൊച്ച്. പിന്നെ ഇത് അമ്മ മത്തൻ്റെ ഇല തോരൻ വെച്ചുകൊണ്ടിരിക്കുവാണേ. അതിനിടയ്ക്ക് ഇതാ നാളത്തേക്ക് വേണ്ടിയിട്ട് കായ വറക്കുന്നുണ്ട്. പിന്നെ ഇതാ ശർക്കര വരട്ടിക്കുള്ളത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഓർത്തത് ശർക്കര വാങ്ങിയിട്ടില്ലാന്ന്. പിന്നെ ഇതാ മാങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വടുവുപ്പുളി നാരങ്ങ അച്ചാറിടാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മാങ്ങയിൽ നിന്ന് ഓരോ കഷ്ണങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ട് പോലാണ് കേട്ടോ കൊച്ച്. പിന്നെ ഇതാ ഉച്ചക്കത്തേക്ക് മാത്രമായിട്ട് കുറച്ച് മോരുകറി വെച്ചിട്ടുണ്ടേ. പിന്നെ അധികം സമയം കളയാതെ തുണികളൊക്കെ വിരിച്ചിട്ടു കേട്ടോ. വലിയ വെയിലും കാര്യങ്ങളൊന്നും ഇല്ല. എന്തായാലും നാളെ മഴ പെയ്യില്ലായിരിക്കും എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇന്നും ചെറുതായിട്ടൊക്കെ തൂളുന്നുണ്ടായിരുന്നേ, അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട്. ചില സമയത്ത് ഇടയ്ക്ക് നല്ലൊരു വെയിൽ വരും കേട്ടോ. അപ്പോൾ ഒരു ആശ്വാസമാണേ. പിന്നെ നാളെ മുറ്റമൊന്നും അടിക്കാൻ പാടില്ലാത്തതുകൊണ്ട് 4 ഭാഗം ഒന്ന് വൃത്തിയായിട്ട് തൂത്ത് വാരിയിട്ട് വേണം കേട്ടോ. ഇപ്പോൾ തൂത്തിട്ടാലും വൈകുന്നേരം ഒന്നും കൂടെ തൂത്തിടേണ്ട ആവശ്യമുണ്ട്. നല്ല കാറ്റുണ്ട്, അപ്പോൾ നന്നായിട്ട് കരിയില പൊഴിയുണ്ട്. കൊച്ചിനാണെങ്കിൽ ഈയിടെയായിട്ട് ഭയങ്കരമായിട്ട് വെള്ളത്തിക്കളിയാണ്. പിന്നെ കുളിക്കാനുള്ള അല്ലേന്ന് പറഞ്ഞ് ഞാൻ അധികം ഒന്നും പറഞ്ഞില്ല കേട്ടോ. എന്തായാലും കാണിച്ചോട്ടേ എന്ന് വിചാരിച്ചു. വീടിൻ്റെ ചുറ്റുഭാഗം മുഴുവനും ഇതുപോലെ കരിയില പൊഴിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. കുറേ നേരം വേണം ഇതെല്ലാം കൂടെ ഒന്ന് അടിച്ചു കൂട്ടി കളയാൻ വേണ്ടിയിട്ട്. പിന്നെ നോക്കുമ്പോൾ വേണ്ട വീണ്ടും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ കരിയില കൂടി കിടപ്പുണ്ടായിരുന്നേ. പിന്നെ ഞാൻ എല്ലാം ഒന്ന് വേഗം തൂത്തുവാരി ഇട്ടു. വൈകുന്നേരം ഒന്നും കൂടെ തൂക്കാമെന്ന് വിചാരിച്ചിട്ടേ. അച്ഛൻ വന്നിട്ട് എല്ലാവർക്കും കൂടെ കട്ടപ്പനയ്ക്കൊക്കെ പോകാനുള്ളതാണ് കേട്ടോ വൈകുന്നേരം. അമ്മ ദാ കായ വറക്കാൻ തുടങ്ങിയിട്ടുണ്ടേ. അതിന്ന് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ കഷ്ണങ്ങളായിട്ട് എടുക്കുന്നുമുണ്ട് കേട്ടോ. വെള്ളത്തിൽ കളിക്കാതെ കയറി പോടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നേരെ വെള്ളം എറിയും കേട്ടോ അവൻ. ഇപ്പോഴത്തെ മെയിൻ പരിപാടി വണ്ടി കഴുകലാണേ.